ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ പേജ് നമ്പർ 151 സെക്കൻഡ് ഫിഗറാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്തായിരിക്കും, ഒരു സ്ക്വയർ ആയിരിക്കും. 6 സെൻറ്റിമീറ്ററിൽ ആദ്യം എന്ത് വരയ്ക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. 6 സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. ശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് 3 സെൻറ്റിമീറ്ററിൽ 4 വശത്തും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ വീതം 4 സൈഡിലും മാർക്ക് ചെയ്യുക. കറക്റ്റ് അളവ് എടുക്കുക, അല്ലെങ്കിൽ ചിത്രം കറക്റ്റ് കിട്ടില്ല. 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ശേഷം ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. ആ 3 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയാണ്, 1.5. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് വരയ്ക്കേണ്ടി വരും. കുറച്ചും കൂടി ഈസി. ഈ 1.5 സെൻറ്റിമീറ്ററിൽ ആദ്യം എന്ത് ചെയ്യുക, 4 സൈഡിലും പോയിന്റ് മാർക്ക് ചെയ്യുക. 1.5 സെൻറ്റിമീറ്റർ വീതം 4 സൈഡിലും മാർക്ക് ചെയ്യുക. സെൻറ്റിമീറ്റർ. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ എന്ത് വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. ഇനി എന്താ ചെയ്തത് വെച്ചാൽ, നമ്മളെല്ലാത്തിനും മിഡ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മിഡ് പോയിന്റിൽ ഇവിടെ കുത്തിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ ആർക്ക് വരച്ച്, സെമി സർക്കിൾ വരച്ച്. ഇനി അതേ അളവിൽ ഇതാ ഇവിടെ കോമ്പസ് കുത്തി എല്ലാത്തിനും മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇവിടെ എന്ത് ചെയ്യുക, ഒരു സെമി സർക്കിൾ വരച്ച് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിൽ കുത്തുക. ഇവിടെ എന്ത് ചെയ്യുക, ഒരു സെമി സർക്കിൾ ഇവിടെ വരച്ച്, ഇവിടെ നിന്നിട്ട് വരച്ച്. അതേപോലെ ഈ പോയിന്റിലും കോമ്പസ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സെമി സർക്കിൾ വരയ്ക്കുക. ആ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഫിഗർ കിട്ടും. ഈ ഭാഗത്ത് മഞ്ഞ, ചുവപ്പ്, നീല, ഗ്രീന്, ഈ 4 കളർ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഷെയ്ഡ് ചെയ്താൽ മതി. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ എത്ര ഉണ്ടാവും, 6 സെൻറ്റിമീറ്റർ വീതം ഉണ്ടായിരിക്കും. ഇതാണ് പേജ് നമ്പർ 151 സെക്കൻഡ് ഫിഗർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 154 വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം.
ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ പിക്ചർ ഷോസ് 2 circles വിത്ത് സെയിം സെൻറ്റർ ആൻഡ് എ ലൈൻ. പ്രൂവ് ദാറ്റ് ദ പോർഷൻ ഓഫ് ദി ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾ ഓൺ ബോത്ത് സൈഡ് ആർ ഈക്വൽ. മീഡിയം വായിക്കാം. ഒരേ കേന്ദ്രമായ 2 വൃത്തങ്ങളും ഒരു വരയുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വരയുടെ ഇരുഭാഗത്തും വൃത്തങ്ങൾക്കിടയിലെ ഭാഗങ്ങൾക്കും ഒരേ നീളമാണ് എന്ന് തെളിയിക്കുക. അതായത് 2 വൃത്തങ്ങളുണ്ട്, ഇത്രയും നീളവും ഈ നീളവും എന്താണ്, തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിഗറിലേക്ക് കടക്കാം. ഇതാണ് ഫിഗർ. ആ ഫിഗറിൽ നമുക്ക് ഇത്രയും നീളവും ഈ നീളവും എന്താണ്, തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യണം. ആ തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു, ഒരു സെൻറ്റർ, അതേ സെൻറ്റർ ആക്കി തന്നെ മറ്റൊരു വൃത്തവും വരച്ചു. ഇനി അതിന് എന്ത് കൊടുത്തു, ഒരു O എന്ന് പേര് കൊടുത്തു. ഇനി സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഞാണിലേക്ക് ആദ്യം എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ആദ്യം ഈ സർക്കിൾ എടുത്തു, ആ സർക്കിൾ സെൻറ്ററിൽ നിന്ന് ഞാണ് വരച്ചു. ഇനി ഇതിനെ എന്ത് കൊടുത്തു, ഒരു പേര് കൊടുത്തു. പേര് ഇവിടെ കൊടുക്കാം, ഇവിടെ EAD എന്ന് പേര് കൊടുത്തു. ഈ ഓയിൽ നിന്ന് ഈ എന്ന ഞാണിലേക്ക് വരയ്ക്കുന്ന വരയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ A മുതൽ E വരെയും E മുതൽ D വരെയുള്ള ലെങ്ത്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ പോയിന്റുകൾക്ക് പേര് കൊടുത്താൽ AD എന്ന് പേര് കൊടുത്ത്. അപ്പോൾ അത് നമുക്ക് എഴുതാം AD ഇത് B എന്ന് കൊടുക്കാം. A ഇവിടെ C ആക്കുന്നുണ്ട്, ഇവിടെ D. ഇനി AB BC AD BC ഇവ ഞാണാണ്, അഥവാ ഇവ കോഡാണ്. ഞാൻ AD, BC ആർ കോഡ്സ്. അതുകൊണ്ട് തന്നെ OE എന്ന വര BC, AD ഇവയുടെ ലംബ സമഭാജിയാണ്. The line OE is a perpendicular bisector of BC, AD. Perpendicular bisector of BC, BD. ഇനി നമുക്കതിൽ എന്തൊക്കെ കിട്ടിയെടുക്കണം, അതുകൊണ്ട് തന്നെ BEയും ECയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. BE ഈക്വൽ ടു EC, അതുപോലെ തന്നെ AE ഈക്വൽ ടു ED എന്ന് കിട്ടി. അതുവരെ നമ്മൾ എഴുതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാം, AEയിൽ നിന്ന് നമുക്ക് ABയും CDയും ഈക്വൽ ആണ്, അതായത് ABയും CDയും ഈക്വൽ ആണോ എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഈ AEയിൽ നിന്ന് ഈ BE മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, AB കിട്ടി. എഴുതാം, AEയിൽ നിന്ന് BE മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AB കിട്ടും. അതുപോലെ EDയിൽ നിന്ന് EDയിൽ നിന്ന് EC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, CD കിട്ടും. AEയിൽ നിന്ന് BE മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ AB ഈക്വൽ ടു EDയിൽ നിന്ന് EC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ CDയും കിട്ടി. നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടത് എന്താ, ABയും CDയും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം.
ചോദ്യം നോക്കാം. ഡ്രോ എ സ്ക്വയർ ആൻഡ് ദ സർക്കിൾ ത്രൂ ഓൾ 4 ഓഫ് ഇറ്റ്സ് vertices. Join the vertices of the square and the point where the diameter parallel to the sides of the square meet the circle to draw another polygon. Prove that it is a regular pentagon. ഇനി മലയാളം മീഡിയം ചോദ്യം വായിക്കാം. ചോദ്യം: ഒരു സമചതുരവും അതിൻ്റെ 4 മൂലകളിലൂടെയും വൃത്തവും വരയ്ക്കുക. അതായത് ഒരു സമചതുരം വരച്ചിട്ടുണ്ട്, അതിൻ്റെ 4 മൂലയിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. സമചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമായി വ്യാസങ്ങൾക്ക് വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും ചതുരത്തിൻ്റെ മൂലകളും യോജിപ്പിച്ച് മറ്റൊരു ബഹുഭുജം നിർമ്മിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? സമചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമായി വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും സമചതുരത്തിൻ്റെ മൂലകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് മറ്റൊരു ബഹുഭുജം വരച്ചിട്ടുണ്ട്. ഇതാണ് ബഹുഭുജം. അതൊരു സമഷഡ്ഭുജമാണ് എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്ന 3rd ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ മുകളിൽ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABCD. അതുപോലെ തന്നെ AO എന്ന് പേര് കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ AB അതുപോലെ തന്നെ ഇവിടെ ABCD നമുക്ക് ഇതൊരു സമഷഡ്ഭുജമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കണമെങ്കിൽ സമഷഡ്ഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പം നമുക്ക് ACയും BCയും ഈക്വൽ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ, ഈ ACB എന്ന ട്രയാങ്കിൾ എങ്ങനെയാണോ പ്രൂവ് ചെയ്തത് അതുപോലെ നമുക്ക് ഈ 2 വശങ്ങളും തുല്യമായിരിക്കും, ഈ 2 വശങ്ങളും തുല്യമായിരിക്കും ഈ ഓരോ ഭാഗത്തുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ AB എന്നത് ഈ വൃത്തത്തിലെ എന്താണ്? ഒരു ഞാനാണ്. AB ഈസ് എ കോഡ് ഓഫ് സർക്കിൾ. AB എന്നത് വൃത്തത്തിൻ്റെ ഞാൻ. അതുമാത്രമല്ല, എന്ത് പറയാം? O എന്താണ്? കേന്ദ്രമാണ്. O എന്നത് വൃത്തകേന്ദ്രം. O ഈസ് സെൻറ്റർ. ഇനി എന്ത് ചെയ്യുക? 2 ട്രയാങ്കിൾ എടുക്കുക. ADC ട്രയാങ്കിൾ ADC, ട്രയാങ്കിൾ BDC എടുത്തു. ഈ 2 ട്രയാങ്കിളിലും ADയും DBയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. AD ഈക്വൽ ടു DB. കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ എന്ത് ചെയ്യും? വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. അപ്പോൾ കാരണം എഴുതാം: വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. സമഭാഗം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ 2 ആംഗിളും എത്ര വീതമായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ ADC ഈക്വൽ ടു BDC. ആംഗിൾ BDC ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയാം. ഇനി ഇതിലെ DC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ എന്താണ്? പൊതുവായ വശം അഥവാ കോമൺ സൈഡ്.
അതുകൊണ്ട് തന്നെ ഇതിലെന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തപ്പോൾ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ഈ സൈഡ് കോമൺ ആണ്. ഈ രണ്ട് വശങ്ങളും രണ്ട് വശങ്ങളും തുല്യം. അവയ്ക്കിടയിലെ കോണുകളും തുല്യമാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് AC = BC എന്ന് കിട്ടി. ഈ AC BC എന്ന് പറയുന്നത് ഈ സമഷഡ്ഭുജത്തിൻ്റെ ഏതാണ്, രണ്ട് വശങ്ങളാണ്. അപ്പോൾ സിമിലർലി നമുക്ക് ഈ രണ്ട് വശങ്ങളും എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വേണമെന്നില്ലെങ്കിൽ എഴുതി ചേർത്താലും മതി. സിമിലർലി അതർ സൈഡ്സ് ഓൾസോ ഈക്വൽ. ഇപ്പോൾ നമ്മൾ എഴുതിയ പോലെ, ഇപ്പോൾ നമ്മൾ എഴുതിയ അതേ പ്രൂഫ് തന്നെ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് ചെയ്യുക. ഈ ട്രയാങ്കിൾ എടുത്ത് ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ പകരം നമുക്ക് ഈ രണ്ട് സൈഡ് ഈക്വൽ എന്ന് കിട്ടി. അപ്പോൾ സിമിലർലി നമുക്ക് ഈ രണ്ട് സൈഡും ഈ സൈഡും ഇതും എന്തുതന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. സിമിലർലി അതർ സൈഡ്സ് ഓൾസോ ഈക്വൽ. അതുപോലെ അഷ്ടഭുജത്തിൻ്റെ മറ്റ് വശങ്ങളും തുല്യം. അതുകൊണ്ട് ഇതൊരു സമഷഡ്ഭുജമാണ്. Therefore, it is regular pentagon. ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇതോട് കൂടിയിട്ട് പേജ് നമ്പർ 155 എല്ലാ ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.